നമസ്കാരം. ഇന്ന് നമുക്ക് സസ്യശാസ്ത്ര ഗ്രന്ഥം, ഏറ്റവും പേരുകേട്ട പഴക്കമുള്ള സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 337 വർഷം പഴക്കമായി ആ ഗ്രന്ഥത്തിന് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ അച്ചടി ഭാഷ വന്നതും ആ ഗ്രന്ഥത്തിലാണ്. ഇങ്ങനെ ഒരു സസ്യശാസ്ത്ര ഗ്രന്ഥം ഇനി ലോകത്തൊരിടത്തും ഉണ്ടാവില്ല, ഉണ്ടായിട്ടുമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സസ്യശാസ്ത്ര ഗ്രന്ഥം ഒരു പുസ്തകമായിട്ടല്ല ഉള്ളത്, പല വാല്യങ്ങളായിട്ടാണ് ഇത് ഉള്ളത്. സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള സമഗ്രമായ പഠനം, ഫോട്ടോഗ്രാഫി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ഫോട്ടോഗ്രാഫി കണ്ടെത്താത്ത ഒരു കാലഘട്ടത്തിൽ ചെമ്പുതകിടുകളിൽ ഇലകളുടെയും പൂക്കളുടെയും ചിത്രങ്ങൾ കോറിയിട്ട് അത് പ്രിന്റ് ചെയ്തിട്ടാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ, അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാവും. അന്ന് ആ ഇലയുടെയും പൂക്കളുടെയും അതേ വലിപ്പത്തിൽ തന്നെ ആ പുസ്തകത്തിൽ വരണമെന്ന് ശാഠ്യം പിടിച്ചു ആ രചയിതാവ്. അന്ന് ഇതിനെ സഹായിച്ച ഈ പുസ്തകത്തിന് ഒരാളുടെ ഗ്രന്ഥമല്ല ഇത്. പലരുടെയും സഹായത്തോടു കൂടി പല ഔഷധ സസ്യങ്ങളെക്കുറിച്ചും, നമ്മുടെ വീട്ടിലുള്ള പപ്പായയെക്കുറിച്ചും പേരക്കയെക്കുറിച്ചും കപ്പയെക്കുറിച്ചും ഇവയൊക്കെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ജന്മദേശം കപ്പയുടെയും കർമൂസയുടെയും പേരക്കയുടെയും ഒന്നും ജന്മദേശം നമ്മളുടേതല്ല എന്ന് മനസ്സിലാവുന്നത് ഹോർത്തൂസ് മലബാറിക്കസിൽ വായിക്കുമ്പോഴാണ്. ഇതിൻ്റെ വെച്ചിട്ട് മാത്രമേ വേറെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ, പഠനങ്ങൾ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു അത്ഭുതം. 1672 ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം പ്രിന്റിങ് തുടങ്ങിയത്. 730 സസ്യങ്ങളെക്കുറിച്ചും 791 സസ്യങ്ങളുടെ പൂക്കളുടെ ചിത്രങ്ങൾ കൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 13 വാല്യങ്ങളുള്ള ഈ പുസ്തകം ലാറ്റിൻ ഭാഷയിലെ ഹോളണ്ടിൽ വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്തത്. ഒരു പ്രദേശത്തെ ഒട്ടുമിക്ക സസ്യങ്ങളുടെയും അവയുടെ പേരുകളും അവയുടെ ശാസ്ത്രനാമങ്ങളും അവയുടെ ഫാമിലിയെക്കുറിച്ച് കൃത്യമായി എഴുതിയ മറ്റൊരു ഗ്രന്ഥം ഇല്ല. 17ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹാൻഡ്രിക്കാണ് ഈ ഗ്രന്ഥം എഴുതാൻ തുടങ്ങിയത്. പക്ഷേ ഒരിടത്തും അദ്ദേഹത്തിൻ്റെ പേര് കാണില്ല. കാരണം അദ്ദേഹത്തെ സഹായിച്ച കുറേ വൈദ്യന്മാര്, കുറേ മറ്റ് പ്രാദേശികമായ അറിവുള്ളവർ, ഇങ്ങനെ പലരും ഇതിനെ സഹായിച്ചിട്ടുണ്ട്. കൊച്ചി രാജാവടക്കം ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥം രചിക്കുന്നതിനായിട്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഔഷധ തറവാടെന്നറിയപ്പെടുന്ന കാരാട്ട് പറമ്പിലെ കൊല്ലത്ത് തറവാട്ടിലെ ഇട്ടി വാര്യർ എന്ന വൈദ്യൻ വളരെയേറെ വിലപ്പെട്ട സഹായം ഈ ഹോർത്തൂസ് മലബാറിസ് നിർമ്മാണത്തിന് നൽകിയിട്ടുണ്ട്. മരുന്നുകളുടെ വിവരണങ്ങളും മരുന്നുകളും അവയുടെ ചെടികളെ വിവരിച്ചു കൊടുക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ സഹായം വളരെയേറെ ലഭിച്ചിട്ടുണ്ട്. കൊച്ചി രാജാവായ വീരകേരളവർമ്മയാണ് ഇട്ടി വൈദ്യരെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇങ്ങനെയൊരു വൈദ്യരുണ്ടെന്നും ഇവര് പാരമ്പര്യമായി വൈദ്യ കുടുംബമാണെന്നും പേരുകേട്ട കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വൈദ്യ കുടുംബമാണെന്നും ഇവരുടെ അടുത്ത് പോയാൽ ഈ എല്ലാ വിവരങ്ങളും ലഭിക്കുമെന്നും പറഞ്ഞു കൊടുത്തത് ഈ രാജാവാണ്. ഇട്ടി വൈദ്യരുടെ കൈവശമുണ്ടായിരുന്ന ചൊൽക്കെട്ട പുസ്തകം എന്ന ഗ്രന്ഥവും അതുപോലെ മറ്റു കുറച്ച് ഗ്രന്ഥങ്ങളുമാണ് ഈ ഹോർത്തൂസ് മലബാറിസ് എഴുതാനുള്ള കൂട്ടായ്മയിലേക്ക് കുറേ അറിവുകൾ നൽകിയത്. അന്ന് കോലെഴുത്തുകളും മറ്റു പല തരത്തിലുള്ള എഴുത്തുകളായിരുന്നു പ്രാദേശികമായി നിലവിലിരുന്നത്. അതെല്ലാം പരിവർത്തനം ചെയ്താണ്, മാറ്റി എഴുതിയിട്ടാണ് ഈ ഹോർത്തൂസ് മലബാറിസ് പ്രിന്റ് ചെയ്തത്. ടി അച്യുതൻ വൈദ്യരുടെ പേരിലുള്ള റോഡും ഹോസ്പിറ്റലുമെല്ലാം ഇന്നും ചേർത്തലയിൽ ഉണ്ട്, അത് മറക്കാതിരിക്കുക.
ഓർത്തഡോക്സ് മലബാറീസ് എന്ന ഗാർഡൻ പോലും നമുക്കിന്ന് നിലവിലുണ്ട്, നമ്മൾ അറിയുന്നില്ല പലരും. എറണാകുളം ഹിൽ പാലസ് ഗാർഡനിൽ 500-ൽ പരം സസ്യങ്ങൾ അവയിൽ നട്ടു വളർത്തുന്നുണ്ട്. പിന്നെ ചാലിയം, കോഴിക്കോട് ചാലിയം, പിന്നെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ കോഴിക്കോട്, നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ തിരുവനന്തപുരം, കാർഷിക സർവകലാശാല തൃശൂർ മെഡിസിൻ വിഭാഗം ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇവയെല്ലാം ഓർത്തഡോക്സ് മലബാറിക്കൽ പറയുന്ന സസ്യങ്ങളുടെ ശേഖരങ്ങളുള്ളതാണ്, ഗാർഡനുകളാണ്. 16-ാം നൂറ്റാണ്ട് തന്നെ തൃശൂർ എന്ന പേര് ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് ഓർത്തഡോക്സ് മലബാറീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈന്തപ്പന കണ്ടെത്തിയത് തൃശ്ശൂരിൽ നിന്നായിരുന്നു. ഓർത്തഡോക്സ് മലബാറീസിന്റെ മുഖചിത്രം തന്നെ എടുത്തു നോക്കിയാൽ സ്ത്രീകൾ കയ്യിലെ പണിയായുധങ്ങളുമായിട്ട് ഇരിക്കുന്നതും പനയും തെങ്ങും ഇത് രണ്ടും അതിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ സസ്യശാസ്ത്ര ശാഖയുടെ വേരോട്ടം എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്ന തരത്തിലാണ് അതിൻ്റെ മുഖചിത്രം പോലും. 350 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന പല സസ്യങ്ങളും ഇന്നില്ല. ഇന്ന് അതിൽ 371 തരം, ഓർത്തഡോക്സ് മലബാറിസിൽ പറയുന്ന 371 തരം സസ്യങ്ങൾ മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. മറ്റൊരു 73 തരം പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. 270ഓളം സസ്യങ്ങൾ കാണാനേ ഇല്ല. അവ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ടാവുമെന്നാണ് കരുതേണ്ടത്. ജീവശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പുസ്തകമാണല്ലോ സ്പീഷീസ് പ്ലാന്റാരം. 77,000 സസ്യങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ആ പുസ്തകം എഴുതാൻ ഓർത്തഡോക്സ് മലബാറിക്കസ് റഫറൻസ് ഗ്രന്ഥമായി എടുത്തതും പറയാതിരിക്കാൻ വയ്യ. ഈ പുസ്തകത്തിലെ 4400 ജീവജാലങ്ങളെക്കുറിച്ച് പോലും കാൾനിയസ് എഴുതിയിട്ടുണ്ട്. കാൾനിയസ് ആണ് ആ പുസ്തകത്തിന്റെ രചയിതാവ്. ഓർത്തഡോക്സ് മലബാറിക്കസിലെ തെങ്ങാണ് ആദ്യം തന്നെ വരുന്നത്, തെനയാണ് ഏറ്റവും അവസാനം. ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് പനയാണ്. ഓർത്തഡോക്സ് ഇൻഡിസിസി മലബാറിസിസി എന്നാണ് ശരിയായിട്ടുള്ള പേര് ഈ പുസ്തകത്തിന്റെ. ഫോട്ടോഗ്രാഫി ഇല്ലാത്ത കാലത്ത് തന്നെ ഓർത്തഡോക്സ് മലബാറിക്കസിൽ തെങ്ങിന്റെ ചിത്രങ്ങളൊക്കെ തേങ്ങയും ഒക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ ആ തേങ്ങയുടെ ചിത്രം കണ്ടാൽ മണ്ടരി അന്നുമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് മലബാറിസിന്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.